നമസ്കാരം, സുധീഷാണ്. ഞാൻ ഇന്നൊരു എൻ്റെ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള ഒരു അനുഭവ കഥ പറയാം. അതിൽ വലിയൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറയണം. പുള്ളി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് കോൾ ചെയ്ത് ബുക്ക് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്കാരന് ഒരുപാട് സംശയങ്ങളും ഭയമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ശത്രുബാധയുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. ഞാൻ ചോദിച്ചു, ആരാണ് ശത്രു? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അയാൾ എനിക്കെതിരായിട്ട് ഒരുപാട് ബ്ലാക്ക് മാജിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സാറൊന്ന് മാറ്റി തന്നെ നോക്കാം. ഞാൻ പറഞ്ഞു, ശരി, നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് ഞാനത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു, മെഡിറ്റേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ അതിനേക്കാളും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ല സാറേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് തന്നെയാണ്. ഞാനത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ അത്യാവശ്യം മന്ത്രജപവും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇൻഡ്യൂഷനിൽ തെളിഞ്ഞതാണ്. ശരി, ഓക്കെ. പക്ഷെ വേറൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കൊരു അറബി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ശത്രുത ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. കാരണം അറബിയൊന്നും ഈ കമ്പനിയിൽ അങ്ങനെ ഇല്ല, അറബിയായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇവിടെ തന്നെ ആയിരുന്നു. അല്ലല്ല, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, വേറെ രാജ്യത്തായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് വന്നത്? അതിനുള്ള തൊഴിൽ പറയാൻ പറഞ്ഞു. അത് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നങ്ങൾ? അത് അവിടുത്തെ അതിൻ്റെ കമ്പനിയുടെ ഓണറായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി, വഴക്കൊക്കെ ആയി. അതാരായിരുന്നു ചോദിച്ചു. അതൊരു അറബിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഞാൻ പറഞ്ഞത്? അറബിയായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അറബി എന്തൊക്കെയോ ക്രിയകൾ എന്തൊക്കെയോ ഇയാൾക്കെതിരായിട്ട് ചെയ്തു വെച്ചേക്കണം. അങ്ങനെ അത് കേട്ടപ്പോൾ പുള്ളിയുടെ മനസ്സൊന്നും ഇളകി. കാരണം പുള്ളി പറഞ്ഞല്ലോ ഞാൻ പറയണം. പക്ഷെ എന്നാലും സാറേ, അതെല്ലാം ഇതും കൂടി ഉണ്ട് സാറേ. അത് സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് സമാധാനമില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. അങ്ങനെ നമ്മളത് അതിനെ മഹാകാളി ഹീലിങ്ങിലൂടെ നമ്മളത് എടുത്ത് മാറ്റി. അതും എടുത്ത് മാറ്റി കൊടുത്തു. പിന്നെ ഇയാളുടെ ഈ സംശയവും നമ്മൾ മാറ്റി കൊടുത്തു. ആ ഒരു നമ്മുടെ ഇന്ത്യക്കാരനായ ഒരാളുടെ അവിടെ നിന്നുള്ളതായ ഒരു വിഷയം. പക്ഷെ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഒരു 75% ആദ്യത്തെ ഈ അറബിയായിട്ടുള്ള ഇതിലുള്ളതായ പ്രശ്നമായിരുന്നു. അപ്പോൾ അയാൾക്ക് പിന്നെ അപ്പം തന്നെ അയാൾക്ക് മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടു. അതിനുശേഷം അയാൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായത്. അതായത് നമ്മൾ ഏത് സ്ഥലത്ത് ജോലി ചെയ്താലും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമായാലും, നമ്മുടെ കീഴിൽ പണിക്കാരായാലും, നമ്മൾ അവരുടെ കീഴിൽ ജോലി ചെയ്താലും, എവിടെ ആയാലും കർമ്മരംഗങ്ങളിൽ ആൾക്കാരായിട്ടുള്ള വഴക്കുകൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. ഒരാളായിട്ട് നമ്മൾ വഴക്കടിക്കാതിരിക്കുക, ഒരാളെ മുറിപ്പിക്കാതിരിക്കുക, മോഷിപ്പിക്കാതിരിക്കുക. ഒരാളോട് എന്തെങ്കിലും നമുക്ക് നോ എന്ന് പറയണമെങ്കിൽ അത് പല രീതിയിൽ പറയാമല്ലോ. സഭ്യമായ രീതിയിൽ പറയാം, വളരെ സോഫ്റ്റായിട്ട് അയാളെ തണുപ്പിക്കുന്ന രീതിയിൽ ശാന്തമായി അയാൾ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അയാളോട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു സമീപനമാണ് ചെയ്യേണ്ടത്. ഈ കലികാലത്തിൽ അതാണ് വേണ്ടത്. കാരണം ഒത്തിരി ആളുകൾ, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോകളിലൊക്കെ ഞാനിങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറയാം. കൂടുതലായിട്ട് ഞാൻ ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം ഈ ഒത്തിരി ആളുകളുടെ കഥകൾ ഞാൻ പറയുമ്പോൾ അത് കുറച്ച് അമിതമായി പോകും എന്ന് തോന്നുമ്പോഴാണ് ഞാൻ അത് പറയാത്തത് കൂടുതൽ. അപ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു ബലഹീനനാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയാൾ എന്ത് ചെയ്യാനാണ്, അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, അയാൾക്ക് പ്രാപ്തനമല്ല, കപ്പാസിറ്റി ഇല്ല, അയാൾക്ക് സ്വാധീനമില്ല, പണമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രശ്നം. മറ്റവൻ നേരിട്ട് കാര്യം പറയും, ബലമല്ല, അവനറിയാം അവനുള്ള കഴിവില്ല. അവനെന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ പോയി ചെയ്യും. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. അത് ഇയാൾക്കത് മനസ്സിലാവില്ല, അയാൾ വിശ്വസിക്കുകയില്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഓടി നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്താണെന്ന് കണ്ടുപിടിച്ചതിനെ
കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് മാറ്റണ്ടേ. മാറ്റാൻ കഴിവുള്ള ഒരാൾക്ക് നമ്മൾ ചെല്ലാൻ വേണം, എങ്കിൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് പൈസയും ചിലവാക്കി ഓരോ ക്ഷേത്രങ്ങളിൽ പോയി പൂജ വഴിപാടുകൾ അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ കൊടുക്കും. അങ്ങനെ നടക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ ശത്രുവിനെ സമ്പാദിക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റവും നമ്പർ 1 ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശത്രു എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഉണ്ടാക്കരുത്. ഒരാളെ മുഷിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ദേഷ്യത്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുക, മറ്റുള്ളവരെ മുഷിപ്പിക്കാതിരിക്കുക. അപ്പോൾ നീ മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളവരെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ ദേഷ്യം കയറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മളടുത്ത് വരുന്ന ക്ലയൻറ്റുകൾ ഒരു 75% ക്ലയൻറ്റുകളുടെ പ്രശ്നം ഇത് തന്നെയാണ്, ശത്രുബാധ. ഇത് തന്നെയാണ് ശത്രുബാധ, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇനി അയാൾ കർമ്മം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അയാൾ മനസ്സുകൊണ്ട് നിങ്ങളെ പ്രായിക്കൊണ്ടിരുന്നാലും ഇത് വരും. ഡെയിലി അയാൾ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയോ പ്രാക്കോ എന്തായിക്കോട്ടെ, അത് അയാൾ തെറ്റിയ കാരണം നിങ്ങൾ അത്രയധികം അയാളെ ഹർട്ട് ചെയ്തിട്ടുണ്ടാവും മാനസികമായിട്ട്. അങ്ങനെ ഹർട്ട് ചെയ്താലും ഇതുപോലെ വരും. ഇതുപോലെ ഒരു കഥയും കൂടി ഞാൻ പറയാം. വേറൊരു പെൺകുട്ടിയുടെ കേസാണ്. ഇതുപോലെ തന്നെ 10-40 വയസ്സ് പ്രായമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ്. 17 വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ്. അത് ഇതുപോലെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന സമയത്ത് ഈ കുട്ടിയുടെ ഹിസ്റ്ററി ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടീനെ ഇഷ്ടപ്പെടുന്നൊരു പയ്യനുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായില്ല. ഈ കുട്ടിനെ പുറകെയാണെന്ന് ശല്യം ചെയ്തൊരു പയ്യൻ ഈ കുട്ടിനോട് ഇങ്ങനെ വിവാഹാഭ്യർത്ഥന നടത്തി, പ്രേമാണെന്ന് പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു എനിക്കിഷ്ടമില്ല, ഇതിൻ്റെ പാടുകയൊക്കെ പോടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുപോലെ മോശമായ രീതിയിൽ വളരെ മോശമായിട്ട് ആ പയ്യനെ വളരെയധികം അപമാനിച്ചു. ആ കുട്ടിക്ക് അറിയില്ലെന്ന്, ആ ചെറിയ പ്രായത്തിൽ എന്താണ് കുട്ടി അപമാനിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ കുട്ടിക്ക് എതിരായിട്ടൊരു ബ്ലാക്ക് മാജിക് ചെയ്തു. അതായത് കല്യാണം കഴിച്ചാലും നിലനിൽക്കില്ല, അതേപോലത്തെ ഒരു പരിപാടി. ഈ കുട്ടി കല്യാണം കഴിഞ്ഞു, 1.5 കൊല്ലത്തിന് ഡിവോഴ്സായി. പ്രത്യേകിച്ച് പറയാൻ മാത്രം കാരണമൊന്നുമില്ല, അത് പറ്റൂല. അത് കഴിഞ്ഞിപ്പോൾ 17 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു, ആ ബാധനെടുത്ത് മാറ്റി. ആ കുട്ടിയുടെ ശരീരത്തിലെ ബാധ ഇപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാധ മാത്രമല്ല, ഒരു സോൾ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞു. ആ കളി ഹീലിങ്ങിലൂടെ നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവന്ന് ആ കുട്ടിയുടെ അമ്മ പറയുന്നു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ആ കുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് വേറൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു പ്രക്രിയ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥായിയായിട്ട് ശത്രുവിനെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകെ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരു കർമ്മം നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ അതെടുത്ത് നമ്മൾ റിലീസ് ചെയ്ത് ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ വീണ്ടും അടുത്ത അവിടെ നിന്നുള്ള ബുദ്ധിമുട്ട് പിന്നെയും വരും, സ്ഥായിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, സാറേ 1 മാസം മുന്നേ സാറ് മാറ്റി തന്നല്ലേ, പിന്നെയും ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന് പറയും. പക്ഷെ അത് രണ്ടാമത് വീണ്ടും അവിടെ നിന്നുള്ളതായ അറ്റാക്ക്, ആ എനർജി അറ്റാക്ക് വരുന്നതാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വീണ്ടും നമ്മളത് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പം അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? അതാ ക്ലയന്റ് ഉണ്ടാക്കിയ ആ ശത്രുവാണ്. ആ ശത്രുവിനെ ക്ലയന്റ് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അപ്പോൾ ആ ശത്രുത്വം മാറുന്നവരെ അയാളുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അതിന് നമ്മൾ എന്തെല്ലാം പ്രൊട്ടക്ഷനൊക്കെ ചെയ്താലും അത് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ശത്രുവിനെ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ, ഹാപ്പിനെസ്, ലവ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.